everyone, Assalamu alaikum. Welcome back to my YouTube channel. അപ്പോൾ ഇത് നമ്മുടെ കോളേജ് ട്രിപ്പിൻ്റെ ദ ഫൈനൽ പാർട്ടാണ്. ഇതോടുകൂടി നമ്മുടെ കോളേജ് ഐവിൻ്റെ വ്ലോഗ് അവസാനിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ ഡേ 5 ആണ്. 7 ഡേ ആണല്ലോ നമ്മുടെ ട്രിപ്പ്. അപ്പോൾ ഇതിന് മുമ്പുള്ള ദിവസങ്ങളുടെ വ്ലോഗ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കാണാത്തവർ പോയി കാണാം. നൈറ്റ് ഫുൾ സ്റ്റേ നമ്മൾ നമ്മുടെ ബസ്സിലായിരുന്നു. അങ്ങനെ രാവിലെ നമ്മൾ കുടജാദ്രിയിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ അവിടെ ചെന്നിട്ട് നേരെ ഫ്രഷായി ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇനി നേരെ പോകുന്നത് ട്രക്കിങ്ങിലോട്ടാണ്. ട്രക്കിങ്ങിലോട്ട് പോവല്ല, നമ്മളിങ്ങനെ ട്രക്കിങ് ചെയ്തിട്ട് നമ്മൾ ഏതോ ഒരു മലന്റെ മണ്ടയ്ക്ക് പോകും. അതാണ് ഇവിടെ സംഭവം. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി വന്നതും വേഗം വണ്ടിയിൽ കയറി ചാടിപ്പോയി ഇരുന്നു. എന്നോ പണ്ട് ചെയ്തതാണ് ട്രക്കിംഗ് ഒക്കെ, പിന്നെ ഇതാ ഇപ്പോഴാണ് ചെയ്യണത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കൂടിയത് കൊണ്ട് തലയൊക്കെ പോയിട്ട് വണ്ടിൻ്റെ മുകളിലൊക്കെ പോയി ഇടിക്കുകയായിരുന്നു. അത്രയ്ക്ക് സൂപ്പറായിരുന്നു. നമ്മൾ ഇരുന്നിട്ട് തെറിക്കുക, ഇരുന്നോടത്ത് നമ്മൾ പിടിച്ചിട്ടായിരിക്കും ഇരിക്കുക, എന്നാലും അവിടുന്ന് തെറിച്ചായിരുന്നു. അമ്മാരി സൂപ്പറായിരുന്നു. പക്ഷെ എന്നാലും വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ കുറച്ച് കെയർ ചെയ്തിട്ടാണ് കൊണ്ടുപോയത്. ഞങ്ങളുടെ മുമ്പിലൊക്കെ പോണവർ ചിലപ്പോൾ ഞങ്ങൾ ഓവർടേക്ക് ചെയ്തിട്ട് അങ്ങനെ മുമ്പിൽ പോയിട്ടുണ്ടാവും. പക്ഷേ മൂപ്പര് നല്ല വണ്ടീനെ കെയർ ചെയ്യുന്ന ആളാ തോന്നുന്നു, അറിയില്ല. അയാൾ മെല്ലെ ഇടക്ക് എന്നാലും പക്ഷെ നല്ല തല കൊണ്ടേ ഇടിക്കും, ഞങ്ങൾ തെറിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും അഡ്ജസ്റ്റ് ആക്കി ഞങ്ങൾ ഞങ്ങളുടേതായിട്ട് രീതിയിൽ വൈബാക്കിയിട്ടായിട്ട് പോകുന്നു. എനിക്ക് തോന്നുന്നു മഴക്കാലത്ത് പോയാൽ ഇതിലും അടിപൊളിയായിരിക്കും. കാരണം മഴയും വെള്ളമൊക്കെ ആയിട്ട് അതിലും സൂപ്പറായിരിക്കും. നമ്മൾ മഴക്കാലത്ത് അല്ലല്ലോ സ്വാഭാവികമായിട്ടും പോയിക്കണത്. എന്നാലും നമ്മൾ തെറിക്കും, തല കൊണ്ടേ ഇടിക്കും, ഇതിൻ്റെ തലയൊക്കെ കൊണ്ടേ ഇടിച്ചൊക്കെ ചെയ്തിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ വയസ്സായ ആളുകൾക്കൊക്കെ പോകാൻ പറ്റി അത്രമാത്രം സേഫാണെന്ന് തോന്നുന്നില്ല. കാരണം ഇടുപ്പിൻ്റെയും മുതുവിൻ്റെ ഒക്കെ പണി ഇങ്ങോട്ട് കഴിയും. ഇങ്ങനെ യങ്ങായിട്ടുള്ള ആൾക്കാർക്കൊക്കെ പോയിട്ട് എൻജോയ് ചെയ്യാം. വയസ്സായ ആളുകൾക്കും പോകാം, കുഴപ്പമൊന്നുമില്ല. എനിക്ക് എൻ്റെ ഇടുപ്പൊക്കെ വരുത്താമല്ലോ തുടങ്ങി. ഞാൻ ഇത്ര ചെറുപ്പമാണെങ്കിലും 40 വയസ്സിൻ്റെ ആരോഗ്യമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. അങ്ങനെ നമ്മൾ വണ്ടിയിൽ പിടിച്ചിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെറിച്ചിട്ടും എന്നാലും നമ്മൾ പാട്ടൊക്കെ പാടി, കുറേ പാട്ടൊക്കെ നമ്മൾ പാടുന്നുണ്ടായിരുന്നു വണ്ടിയിൽ തെറിക്കുകയാണെങ്കിലും. അതൊക്കെ ഒരു രസമല്ലേ. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തുന്നുണ്ട്. ഇനി നമ്മൾ പോണത് ഏതോ ഒരു മണ്ടൻ്റെ മുകളിൽ കയറും. അവിടെ എന്തോ ഒരു അമ്പലം ഉണ്ട് എന്നാണ് പറയുന്നത്. എനിക്ക് കൃത്യമായിട്ട് മലയുടെ പേരും അമ്പലത്തിൻ്റെ പേരൊന്നും അറിയില്ല, അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പം നമ്മൾ ഇനി അങ്ങോട്ട് കയറി പോകണം. ഞാനിപ്പം എത്തും കരുതിയിട്ടാണ് പോണത്. സംഭവം ഇപ്പം എത്തൂല ഗൈസ്, കുറേ ഇങ്ങോട്ട് നടക്കാനുണ്ട്. സത്യം പറഞ്ഞാൽ ഏതോ ഒരു മല, ചിലപ്പോൾ ഈ മലയൊക്കെ ആയിരിക്കും കുടജാദ്രി എന്ന് പറയാം, എനിക്കറിയില്ല കേട്ടോ. ഇനി പോയി ഗൂഗിളൊക്കെ ചെയ്യേണ്ടി വരും, എനിക്ക് വയ്യ. അപ്പം നമ്മൾ ഇതിൻ്റെ മണ്ടയിൽ, ഈ മലയുടെ മണ്ടയിൽ പോയി കയറണം. അവിടെ ഏതോ ഒരു അമ്പലമുണ്ട്. നമ്മൾ ഇങ്ങോട്ട് എത്തിയപ്പോൾ ഇനിയും കയറാനാണ്. നമുക്ക് ഇവിടെ കുറച്ചെത്തിയപ്പോൾ തന്നെ നമ്മൾ കൊഴഞ്ഞു. നമ്മളാണെങ്കിൽ വെള്ളം കയ്യിൽ വെച്ചില്ല, തൊണ്ടയ്ക്ക് ഇങ്ങോട്ട് വറ്റി വരല് തുടങ്ങി. പക്ഷെ എന്നാലും നമ്മൾ തോറ്റു കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. കുറച്ച് പേര് അടിയിൽ തന്നെ നിന്നു കുറച്ചും കൂടി കയറിയപ്പോൾ. പക്ഷെ ഞങ്ങൾ തോറ്റു കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഞങ്ങൾ പിന്നെയും നടന്ന് മലയുടെ മണ്ടേക്ക് പോകാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. നല്ല കാറ്റും കാര്യങ്ങളും ഉണ്ട്. കാറ്റൊക്കെ ഇങ്ങോട്ട് വീശുമ്പോൾ നല്ല സൂപ്പറായിരുന്നു. ആൻഡ് ഫൈനലി നമ്മളിതായി ഒരു വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ അവിടെ ചെന്നിട്ട് നമ്മൾ തന്നെ തെറിക്കുക, കാറ്റായിട്ട് നമ്മളിപ്പോൾ ഒന്നിങ്ങനെ അഴിഞ്ഞ് നമ്മൾ തെറിച്ചു പോകും. അങ്ങനെയുള്ളൊരു രീതിയിൽ അമ്മാരി കാറ്റ്. പക്ഷെ ഇവിടെ നിന്നുള്ള വ്യൂ സൂപ്പറായിരുന്നു, നല്ല തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ പിന്നെയാണ് നമ്മൾ അറിഞ്ഞത് അതാണ്ട് അവിടെ നിൽക്കണ ഒരു മല, അവിടേക്ക് കയറിപ്പോയാലുള്ളൂ നമ്മുടെ അമ്പലം കാണാന്നുള്ളത്. ഞെട്ടിപ്പോയി ഞാൻ ഇതന്നെ കയറി കിട്ടാൻ ഞാൻ പെട്ട പാടെന്ന് പറയുന്നത് ചില്ലറല്ല. ആൻഡ് ഫൈനലി നമ്മൾ വിചാരിച്ചു വേണ്ട, നമുക്ക് അതിൽ കയറണ്ട. അതുകൊണ്ട് നമ്മൾ നേരത്തെ എത്തിയ സ്ഥലത്ത് നിന്നിട്ട് കുറച്ച് നേരം പട്ടീശൊക്കെ ഇറക്കിയിട്ട് അവിടെ കുറേ ആൾക്കാരോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം കുറേ ആൾക്കാർ ഇവിടുന്ന് അമ്പലത്തിലേക്ക് കയറിപ്പോയിക്കണു, നമ്മൾ മാത്രമേ അവിടെ ചെന്നപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് അവിടുന്ന് ഇറങ്ങിപ്പോരാന്ന് വിചാരിച്ചു. കണ്ടോ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മല പോകണുണ്ടോ, അവിടേക്കാണ് ഇനി പോകേണ്ടത് അമ്പലം കാണാൻ. പക്ഷെ കുറേ കുട്ടികൾ അമ്പലം കാണാൻ കയറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് സാധിക്കാത്തത് കൊണ്ട്, ഞങ്ങൾക്ക് പ്രായമായതുകൊണ്ട് ഞങ്ങൾ പോയില്ല. അങ്ങനെ പിന്നെ നമ്മൾ കയറിയ മല കുറച്ച് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ അവിടെ കുറച്ച് കുട്ടികൾ നിന്നിരുന്നല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ ബാക്കിയുള്ളവർ ആ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുന്നവരെ നമ്മൾ അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് കുറച്ച് നേരം വൈബ് അടിച്ചു. ഇനി നമ്മൾ മല ഇറങ്ങാൻ പോവുകയാണെങ്കിൽ ഇറക്കത്തിൽ ഞാൻ കുറേ പ്രായമുള്ള ആൾക്കാരെ കണ്ടിട്ട് ഇവരെങ്ങനെ വന്നെന്ന് എനിക്കറിയില്ല. ആ ട്രക്കിങ് ചെയ്തിട്ടാണോ വന്നതെന്ന് അറിയില്ല. ഇവരുടെ ഇത് പ്രകാരം ഈ മല കയറി ആ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ അവരുടെ എല്ലാ പാപങ്ങളും ഒഴിവാകും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇവരൊക്കെ ഈ മല കയറി വരുന്നത്. നമ്മളിതൊന്നും അറിയാതെ ആ മല കയറി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ജീപ്പിൽ ഇനി ട്രക്കിങ് ചെയ്തിട്ട് നമ്മൾ എവിടെ നിന്നാണോ കയറിയത് അവിടെ ഇനി നമ്മൾ പോയി ഇറങ്ങാൻ പോവുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഇടയ്ക്ക് സ്റ്റോപ്പാക്കിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാനേ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങോട്ട് ഉറക്കം വരൽ തുടങ്ങി. എനിക്ക്
എനിക്ക് തോന്നുന്നു ഒരു 3/4 മണിക്കൂറോ അരമണിക്കൂറോ ഒക്കെ ഉണ്ട് ട്രെക്കിംഗ് എന്ന് തോന്നുന്നു. ആൻഡ് ഫൈനലി നമ്മൾ തിരിച്ച് സ്ഥലത്തെത്തി. നമ്മൾ ബസ് കയറി. ഡേ 5 ഒക്കെ ആയപ്പോഴത്തേനും ഞാൻ അത്യാവശ്യം നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഫുഡും ഉറക്കവും കാര്യങ്ങളും ഒന്നും ശരിയല്ല. ഫുഡ് പിന്നെയും ഓക്കെ ആണെന്ന് തോന്നുന്നു, പക്ഷെ ഉറക്കം ഒട്ടും റെഡി ആയിരുന്നില്ല. അതിന് പുറമെ തൊണ്ടവേദന ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ എൻ്റെ വേദനകളൊക്കെ സഹിച്ച് പിടിച്ചിട്ട് നമ്മൾ ട്രിപ്പ് എൻജോയ് ചെയ്തു. അതിൻ്റെ ഇടയിൽ നമ്മൾ എവിടെ സ്റ്റോപ്പ് ആക്കിയപ്പോൾ ചായ കുടിക്കാൻ ഇറങ്ങി. പിന്നെ നമ്മൾ കുറച്ച് അവിടെ അതിൻ്റെ അപ്പുറത്തെ ബസ് സ്റ്റോപ്പ് കണ്ടപ്പോൾ അവിടെ കട കണ്ടപ്പോൾ നമ്മൾ മുട്ടായി വാങ്ങാൻ പോയി. ഗൈസ്, മുട്ടായി നമുക്ക് എന്നും ഒരു ഹരമാണല്ലോ. അങ്ങനെ അത് വാങ്ങി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് നമ്മുടെ ബസ് പഞ്ചറായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതിനി ശരിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമ്മളെല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ അവിടെ കൂടെ റോട്ടിൽ കൂടെയൊക്കെ ഇറങ്ങി നമ്മൾ കുറച്ച് സംസാരിച്ച് അങ്ങനെയൊക്കെ നടക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 6:30-7 മണി വരെ ബസ് നന്നാക്കണ വരെ നമ്മൾ ആയിക്കൂടെ ഇങ്ങനെ നടക്കുമായിരുന്നു റോട്ടിൽ കൂടെ. അത് നല്ലൊരു രസമായിരുന്നു. എനിക്ക് ഇത് ഇഷ്ടമായി. ബസ് പഞ്ചറായത് അതുകൊണ്ട് ഫസ്റ്റ് എനിക്ക് ദേഷ്യം വന്നു. പിന്നെ ബസ് പഞ്ചറായപ്പം പിന്നെ എനിക്ക് ഇഷ്ടമായി. കാരണം എൻ്റെ റോട്ടിൽ കൂടെ രാത്രി ഇങ്ങനെ നടക്കുക രസമല്ലേ. നടന്ന് ക്ഷീണിച്ചപ്പോൾ നമ്മൾ കുറച്ച് ബസ്സിൻ്റെ സ്റ്റെപ്പിൽ പോയി കുറച്ച് നേരം ഇരുന്നു. അങ്ങനെ നമ്മുടെ വണ്ടി റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ നേരെ പോണത് ഉടുപ്പിയിലോട്ടാണ്. അങ്ങനെ അത് എത്തിയിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ചപ്പാത്തി, മന്തി, ചിക്കൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഹോട്ടലിലാണ് സ്റ്റേ. നമുക്ക് ഡേ 4 നമുക്ക് വണ്ടിയിലായിരുന്നു, നമ്മൾ ഫുള്ള് ബസ്സിലായിരുന്നു നൈറ്റിൽ. ഇന്ന് നമുക്ക് ഹോട്ടലിലാണ് സ്റ്റേ. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഉടുപ്പിയിലെത്തിയതിന് ശേഷം നമ്മൾ നേരെ ഹോട്ടലിലോട്ട് പോയി. നമ്മുടെ റൂമിലോട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ വലിച്ചും കൊണ്ട് ഗൈസ്. ലഗേജാണ് ഈ ട്രിപ്പിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. എങ്ങോട്ട് പോകുമ്പോൾ ഇത് വലിച്ചുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ റൂമും കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. നല്ല സൂപ്പർ അടിപൊളി റൂമായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മളൊരു 10-11 മണിയായപ്പോഴാണ് നമ്മൾ റൂമിലെത്തിയത്. പിന്നെ വണ്ടി പഞ്ചറായതുകൊണ്ട് കുറച്ച് ടൈം വൈകി, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ എത്തേണ്ടതായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാവരും ഫ്രഷായി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉറങ്ങിയപ്പോഴത്തേന് ഏകദേശം 4 മണിയായി ഗൈസ്. പക്ഷെ നമ്മൾക്ക് നീക്കേണ്ടത് 7-8 മണിയായപ്പോഴാണ്. സത്യം പറഞ്ഞാൽ നമുക്ക് ഈ ഒരു 7 ദിവസം കൃത്യമായിട്ട് ഉറക്കമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നു. നമ്മളൊരു 2-3 മണിക്കൂറൊക്കെ ആയിരുന്നു കൃത്യമായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ നമ്മളൊരു 7:30-8 മണിയായപ്പോൾ നീച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഡേ 6 ആണ്. ഇനി 9 മണിയാകുമ്പോഴത്തേനും നമുക്ക് ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് പുറത്ത് പോകണം. അപ്പോൾ ഇനി നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഫൈനലി നമ്മൾ ചടപടേ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡേ 6 ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഇതാ നമ്മൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഓരോരുത്തരുടെ കഴിഞ്ഞിട്ട് ഓരോരുത്തർ അങ്ങനെ മാറ്റി വരണമല്ലോ. നമ്മൾ 4 ആളായിരുന്നു റൂമിലുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ ഫോട്ടോസും വീഡിയോസും എടുക്കണ തിരക്കിലായിരുന്നു. കാരണം നമ്മൾ കുറച്ച് നേരത്തെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ടൈം ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ആൾക്കാർ വിളിക്കണ വരെ നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. എൻ്റെ തൊപ്പിയൊക്കെ ഞാൻ തലയിൽ വെച്ചിട്ട് അങ്ങനത്തെ കുറച്ച് ഫോട്ടോകൾ ക്ലിക്ക് ചെയ്യാനുള്ള പരിപാടിയിലായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കുറച്ച് പട്ടി ഷോ ഒക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് ഇനി നമ്മൾ പോകാൻ നിൽക്കുകയാണ്. കാരണം നമ്മളെ വിളിക്കുമ്പോഴത്തേനും നമ്മളിന്ന് റെഡിയായി നിൽക്കണമല്ലോ. സാധനങ്ങൾ പാക്ക് ചെയ്യുന്നതാണ് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത പരിപാടി. കാരണം നമ്മളൊക്കെ സെറ്റാക്കിയിട്ട് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് നോക്കുമ്പോൾ കാണാം ചിലപ്പോൾ ഒരു സാധനം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ടാവില്ല. പിന്നെയും നമ്മളത് തുറക്കണം, പിന്നെയും നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് വെക്കണം. എനിക്ക് ഇഷ്ടമില്ലാത്ത പ്രോസസ്സ് ആയിരുന്നു. കാരണം ഈ 7 ഡേയ്സ് ഞാനത് വെറുത്തു. ഇത് പാക്ക് ചെയ്തിട്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മറന്നിട്ടുണ്ടാവും. അങ്ങനെ പിന്നെ നമ്മൾ ഇനി റൂമിൽ നിന്ന് പുറത്ത് പോകാൻ നിൽക്കുകയാണ്. നമ്മൾ നമ്മുടെ റൂമിനോടൊക്കെ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മളിനി പോവാണ് ഗൈസ്. കാരണം നമുക്ക് കോള് വന്നു ഇറങ്ങാനായി പറഞ്ഞിട്ട്. അങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങി നമ്മളിനി ലിഫ്റ്റ് കാത്തിക്കുകയാണ്. കാരണം ഈ ലഗേജും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് സ്റ്റെപ്പ് ഇറങ്ങി പോകുക കാരണം നടക്കണ കേസല്ല. പിന്നെ ഓൾറെഡി അവിടെ ലിഫ്റ്റ് ഉണ്ടല്ലോ, എന്നാ വെറുതെ നമ്മൾ റിസ്ക് എടുക്കണത്. അപ്പോൾ നമ്മുടെ തൊപ്പി നമ്മൾ വെറുതെ വിട്ടിട്ടില്ല. എന്തായാലും നമ്മൾ ഡേ 3 വാങ്ങിയ തൊപ്പിയാണത്. അപ്പോൾ അതിട്ട് മുതലാക്കണമല്ലോ. അപ്പോൾ നമ്മുടെ ഔട്ട്ഫിറ്റിന് എനിക്ക് ചെറുതായിട്ട് മാച്ച് ആവണ പോലെ തോന്നി. അപ്പോൾ ഞാൻ വെറുതെ കയ്യിൽ വെച്ചു എന്ന് മാത്രം. അങ്ങനെ അതും പിടിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ വണ്ടിയിൽ കയറി. അപ്പോൾ നമ്മുടെ ഡേ 6 ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മണിപ്പാൽ യൂണിവേഴ്സിറ്റി ആണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവിടെ നല്ല വെയിലായിരുന്നു. ഞാനാണെങ്കിൽ തൊപ്പി ബസ്സിൽ തന്നെ വെച്ചിട്ട് പോകുന്നു. തൊപ്പി എടുത്താൽ മതിയായിരുന്നു ഒരു നിമിഷത്തേക്ക് ചിന്തിച്ചു പോയി. അമ്മാരി വെയിലായിരുന്നു അവിടെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവിടെ എന്തോ ഒരു മ്യൂസിയം അങ്ങനത്തെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി. പക്ഷെ അവിടെ ഫോട്ടോസും വീഡിയോസും അലൗഡ് അല്ല. അങ്ങനെ അതിന് ശേഷം നമ്മൾ നേരെ അവിടെ ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ അങ്ങോട്ട് പോയിട്ട് എന്തെങ്കിലും കുടിക്കുക കഴിക്കുക എന്തെങ്കിലും ചെയ്യാമല്ലോ വിചാരിച്ചിട്ട് പോയി നോക്കുമ്പോൾ അവിടെ നല്ല തിരക്കായിരുന്നു. കാരണം നമ്മൾ ആ ലഞ്ചിൻ്റെ ആ ഒരു ടൈമിലായിരുന്നു നമ്മൾ അവിടെ എത്തിയിരുന്നത്. പിന്നെ അവിടെ ചെന്നിട്ട് നമ്മളെന്താ എന്തോ ലൈമോ എന്തോ ഒരു സാധനം, എന്തോ സോഡ ലൈമോ അങ്ങനെ എന്തോ ഒരു സാധനം നമ്മൾ വാങ്ങി കുടിച്ചു. നല്ല വെയിൽ, നമുക്ക് നല്ല ദാഹം ഉണ്ടായിരുന്നു. അത് കുടിച്ചപ്പോൾ എൻ്റെ തൊണ്ടവേദന അത് അഗ്രത്തിലെത്തി. കാരണം ഓൾറെഡി തൊണ്ടവേദന ഉണ്ട്, എന്നിട്ടും ദാഹം കൊണ്ട് ഞാൻ ആ തണുത്തുള്ള സാധനം കുടിച്ചതാണ്. എന്നാലും എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മാൽപേ ബീച്ചാണ്. അപ്പോൾ നമ്മളെല്ലാവരും വണ്ടിയിൽ കയറി നമ്മൾ നേരെ അങ്ങോട്ട് പറപ്പിച്ചു വിട്ടു. പക്ഷേ ഞാൻ തൊപ്പി ഇതിൽ ഞാൻ എടുക്കാൻ മറന്നില്ല. കാരണം ബീച്ച് അങ്ങനെ ഒരു ഏരിയ ആണല്ലോ. അപ്പോൾ തൊപ്പി ഒരു രസമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാവരും തൊപ്പിയൊക്കെ കയ്യിൽ വെച്ചിട്ടാണ് പോയത്. നമ്മൾ
കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബീച്ചിൽ പോയപ്പോൾ നമ്മളൊരു നൈറ്റിലാണ് പോയത്. ഒരു 6 മണിയൊക്കെ കഴിഞ്ഞ് അങ്ങനത്തെ ഒരു ടൈമിലായിരുന്നു. ലൈറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. ആൻഡ് ഡേ 6ലാണ് നമ്മൾ ഈ പകൽ വെളിച്ചത്തിൽ, അതും കൂരക്കൂരല്ല, നട്ടുച്ച സൂര്യൻ തലൻ്റെ മണ്ടയിൽ നിൽക്കുന്ന ടൈമിലാണ് നമ്മൾ അങ്ങോട്ട് പോയത്. അവിടെ ചെന്ന് മാൽപ്പ ബീച്ചിൽ നിന്ന് നേരെ നമ്മൾ ബോട്ടിങ് ചെയ്തിട്ട് നമ്മൾ വേറൊരു ഇടത്തേക്കാണ് പോണത് ഗൈസ്. എങ്ങോട്ടാണെന്ന് അറിയോ? സെൻറ്റ് മേരി ഐലൻഡിലോട്ടാണ്. അങ്ങനെ നമ്മുടെ ബോട്ട് കാത്തു നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഫൈനലി നമ്മുടെ ബോട്ട് കരക്കടിപ്പിച്ചു. നമ്മളെല്ലാവരും അതിൽ കയറി ഇരുന്ന് നമ്മുടെ ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് തൊപ്പിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ മീൻ പിടിക്കാൻ പോലെ അങ്ങനത്തെ ഒരു വൈബായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത്. ഇവിടുന്ന് കുറേ ക്ലിപ്സ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ ഫ്രണ്ടിലായിരുന്നു ഇരുന്നത്. അപ്പോൾ അങ്ങനെ തിരമാല വരുമ്പോൾ ബോട്ടിൻ്റെ ഉള്ളിലേക്ക് വെള്ളം വരെയായിരുന്നു. അപ്പോൾ ഞാൻ ഫോൺ വല്ലാതെ പുറത്തെടുത്തില്ല. അങ്ങനെ ഫൈനലി നമ്മളിതാ ഐലൻഡിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഡേ 6ൽ അവസാനമായിട്ട് നമ്മൾ സെൻറ്റ് മേരി ഐലൻഡിലോട്ടാണ് പോകണമെന്ന് അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ എനിക്ക് അങ്ങനെ അങ്ങനത്തെ വലിയൊരു എക്സ്പെക്റ്റേഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. കാരണം അവസാനത്തെ ദിവസമല്ലേ. പക്ഷേ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഏരിയയും കാര്യങ്ങളും അവിടുത്തെ സംഭവങ്ങളൊക്കെ സൂപ്പറായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ മൈൻഡിൽ വേറെ എന്തൊക്കെയായിരുന്നു. പക്ഷേ അതിനേക്കാൾ അടിപൊളിയായിരുന്നു. എക്സ്പെക്റ്റേഷൻ വേഴ്സ് റിയാലിറ്റി എന്ന് പറഞ്ഞ പോലെ റിയാലിറ്റി ദ ബെസ്റ്റ് ആയിരുന്നു ഗൈസ്. ഇങ്ങനെ ഞാൻ എൻ്റെ തൊപ്പി ഇട്ടിട്ട് ഒരു നടത്തം മതി കൂടെ 5-6 വട്ടം നടന്നുകൊണ്ട് എൻ്റെ തൊപ്പി ഇട്ടിട്ട് ഞാൻ അവിടെ കളിച്ചിട്ടേ ഇല്ല. കാരണം ഒരു ബീച്ച് വൈബ് കിട്ടണമല്ലോ. അങ്ങനെ ഞാൻ എൻ്റെ തൊപ്പി ഇട്ടിട്ട് അതിൽ കൂടെ ഞാൻ അവിടുന്ന് തൊപ്പി പറഞ്ഞ സാധനം എൻ്റെ തലയിൽ നിന്ന് മാറ്റിയിട്ട് തന്നെ അല്ല. അങ്ങനെ പിന്നെ നമ്മൾ നല്ലൊരു സ്ഥലം കിട്ടിയ പിന്നെ ഫോട്ടോസും വീഡിയോസും എടുക്കാതെ പോകൂലല്ലോ. അങ്ങനെ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും നമുക്ക് വേണ്ടതൊക്കെ കിട്ടിയിട്ട് നമ്മൾ അതിൻ്റെ ചുറ്റും പോകണമല്ലോ. അങ്ങനെ നമ്മളൊരു സ്ഥലത്തേക്ക് വന്നാൽ അവൻ്റെ ചുറ്റും എന്തൊക്കെയാണെന്നുള്ളത് കാണണമല്ലോ. അങ്ങനെ നമ്മൾ അതിൻ്റെ ചുറ്റും പോകാൻ വേണ്ടിയിരിക്കുകയാണ്. ഷേൻ അവിടെ മൂകയായിരിക്കുകയാണ്. കാരണം വെള്ളത്തിൽ കൂടെ നടന്നു വന്നപ്പോൾ അവളുടെ ചെരുപ്പ് പൊട്ടി ഗൈസ്. അതിൻ്റെ ഒരു സങ്കടത്തിലാണ് പെണ്ണ് നടക്കണത്. അങ്ങനെ പെണ്ണിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമ്മൾ ബാക്കിയുള്ള സ്ഥലം കുറച്ച് ചുറ്റിക്കറങ്ങാൻ ഇറങ്ങി. ഈ ഒരു ഏരിയൊക്കെ നല്ല സൂപ്പറായിരുന്നു. നമ്മൾ ഇവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് സൺസെറ്റ് കാണാൻ പറ്റുമോ എന്ന് ഇങ്ങനെ വിചാരിച്ചു. പക്ഷെ കാണാൻ പറ്റിയില്ല ഗൈസ്. അങ്ങനെ അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ഇനി തിരിച്ച് നമ്മുടെ ബോട്ട് ഉള്ളിടത്തേക്ക് നമ്മൾ ചുറ്റി കറങ്ങി പോകാൻ പോവാണ്. കാരണം നമ്മുടെ സ്ഥലം നമുക്ക് കാണണം, നമുക്ക് ബോട്ടിലോട്ടും എത്തണം എന്നുള്ള രീതിയിൽ നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. ഒരുപാട് ആളുകളും ഇല്ല, എന്നാൽ കുറച്ച് ആളുകളും ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ആളുകളില്ലാത്ത സ്ഥലം കണ്ടാൽ തന്നെ മനസ്സിനൊരു സമാധാനമാണ്. അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ഈ സ്ഥലം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ബോട്ടിങ് പോകാനുള്ള ഒരു ഏരിയ എത്തി. അതിൽ ഫസ്റ്റ് ബോട്ട് വന്നു, നമ്മൾ അതിലല്ലായിരുന്നു കയറേണ്ടത്. പിന്നെ വേറൊരു ബോട്ട് വന്നു, നമ്മൾ അതിലല്ലായിരുന്നു കയറേണ്ടത്. അങ്ങനെ അവസാനം നമ്മുടെ ബോട്ട് വന്നു. അങ്ങനെ നമ്മൾ അതിൽ കയറി. ബോട്ടിങ്ങും സൂപ്പറായിരുന്നു. ആ ഒരു ടൈമിലായിരുന്നു സൺസെറ്റും ഉണ്ടായിരുന്നത് ഗൈസ്. അത് അടിപൊളിയായിരുന്നു. അങ്ങനെ അവസാനം നമ്മൾ മാൽപ്പേ ബീച്ചിലെത്തി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ നേരെ ബസ്സിൽ കയറാൻ പോവുകയാണ്. ബസ് കയറിയതും പിന്നെ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് അതായിരുന്നു. ഇത് നമ്മുടെ ലാസ്റ്റാണ്. ഇനി നമ്മൾ നേരെ പോണത് റെയിൽവേ സ്റ്റേഷനിലോട്ടാണ്. അത് കഴിഞ്ഞ് നമ്മൾ നാളെ നമ്മുടെ വീട്ടിലെത്തും ഗൈസ്. ഡേ 7 ആകുമ്പോഴത്തേനും നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ തിരിച്ച് എത്തും. അപ്പോൾ എത്ര പെട്ടെന്നാണ് 6 ദിവസം കഴിഞ്ഞു പോയെന്ന് നമുക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കാരണം പെട്ടെന്നായിരുന്നു കഴിഞ്ഞു പോയത്. സത്യം പറയാലോ, ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാട്ടിലും അടിപൊളിയായിരുന്നു നമ്മുടെ ട്രിപ്പ് എന്ന് പറയുന്നത്. നമ്മളെല്ലാവർക്കും അങ്ങനെ തന്നെയായിരുന്നു. ശരിക്കും കോളേജ് ലൈഫിൽ അവസാനമായിട്ടുള്ള ട്രിപ്പല്ലേ, അങ്ങനെയൊക്കെ കരുതിയിട്ട് ഞാൻ ഒരു മനസ്സോടെയാണ് ട്രിപ്പിന് വന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ, 10ാം ക്ലാസ്സിലത്തെ ട്രിപ്പ് ഞാൻ നല്ലോണം റിഗ്രറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ആകുമെന്ന് എനിക്ക് എവിടേക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷെ അതുപോലെ ഒന്നും ആയിരുന്നില്ല. എനിവേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും നേരെ ഫുഡ് കഴിക്കാൻ പോയി. അപ്പം ഇനി നമ്മൾ നേരെ പോണത് റെയിൽവേ സ്റ്റേഷനിലോട്ടാണ്. അവിടുന്ന് നമ്മുടെ ടൗൺ സ്റ്റേഷനിൽ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോകും. അതിനിടയിൽ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും ഇത്രയും ദിവസം സഞ്ചരിച്ചു കൊണ്ടിരുന്ന നമ്മുടെ ബസ്സിനോട് നമ്മൾ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ പുറത്തെടുത്തിട്ട് നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ ഒരു ഇടങ്ങേറുണ്ടായിരുന്നു. കുറേ പേര് ബസ്സിൽ നിന്ന് ഇമോഷണലൊക്കെ ആയിട്ടുണ്ടായിരുന്നു, ഞാൻ ഉൾപ്പെടെ. എന്തിനാന്ന് ചോദിച്ചാൽ അറിയില്ല, എന്തോ ഒരു ഇടങ്ങേറ്. അങ്ങനെ പിന്നെ നമ്മൾ ട്രെയിനിൽ കയറി നമ്മുടെ സീറ്റൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ സെറ്റപ്പായി, നമ്മൾ ഓക്കെ ആയി. അതിൻ്റെ ഇടയിൽ ഒരു ബോട്ടിൽ വെള്ളമൊക്കെ വാങ്ങി വെള്ളമൊക്കെ കുടിച്ച് തൊണ്ടയൊക്കെ ഒന്ന് ആശ്വസിപ്പിച്ച് നമ്മൾ നമ്മുടെ ട്രെയിൻ യാത്ര ആരംഭിക്കുകയാണ്. അങ്ങനെ കുറേ നേരം നമ്മൾ അവിടെ ഇരുന്നു. പിന്നെ കുറേ നേരം കുറേ സംസാരിച്ചിരുന്നു. അങ്ങനെ അവസാനം നമ്മളെല്ലാവരും ഉറക്കം തൂങ്ങൽ തുടങ്ങി ഗൈസ്. പക്ഷെ എനിക്ക് ട്രെയിനിൽ ഉറങ്ങാൻ ഒട്ടും കംഫർട്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കുറച്ച് നേരം ഉറങ്ങിയോ എന്നൊരു ഡൗട്ടുണ്ട്. ഒരു 2-3 മണിക്കൂർ ഞാൻ ഉറങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റേഷൻ എത്തി. നമ്മളെല്ലാവരും ഉറക്കത്തിൽ നിന്ന് എണീച്ചിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ഒലവക്കോട് സ്റ്റേഷനിലാണ് ഇറങ്ങിയത്. അങ്ങനെ അവിടുന്ന് നമ്മൾ KSRTC കയറിയിട്ടാണ് പോയത്. ഒരു 7 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ബസ് കിട്ടി. ബസ്സിലിരുന്ന് സെറ്റപ്പായി. കാരണം സീറ്റ് കിട്ടുമെന്ന് പേടിച്ചു. പിന്നെ നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഉറക്കം വന്ന് തൂങ്ങിയിട്ടുണ്ടായിരുന്നു. ഷേനൊക്കെ എൻ്റെ ഷോൾഡറിൽ കിടന്നുറങ്ങി.
അങ്ങനെ അവസാനം ഞാൻ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ 7 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ദു ചൂടൻ തിരിച്ച് ഈ വീട്ടിലോട്ട് തന്നെ എത്തിയിട്ടുണ്ട്. വീട്ടിലെല്ലാവരും എന്നെ മിസ് ചെയ്തിട്ടുണ്ടാവുന്ന ഓഫ് കോഴ്സ് എനിക്കറിയാം. അങ്ങനെ വീട്ടിലെത്തി ഒരു കൂലിയൊക്കെ പാസ്സാക്കി ഞാൻ നേരെ പോയി കിടന്നുറങ്ങാൻ പോയി. പിന്നെ ഞാൻ നീച്ചത് രാത്രിയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഈ 7 ഡേ ട്രിപ്പ് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ ഇങ്ങോട്ട് സെറ്റാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ കോളേജ് ഐ വി ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.